സംസ്ഥാനത്തെ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല. KSRTC സർവീസ് നടത്തുന്നുണ്ട്. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ചിലയിടത്ത് പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നും ദീപക് മോഹൻ. ദീപക്, ഇപ്പോൾ UDFന്റെ ഹർത്താലാണ്, പക്ഷേ ജനങ്ങളാകെ തന്നെ ഈ ഹർത്താലിനൊപ്പമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വയനാട് വലിയ രീതിയിൽ വന്യജീവി ആക്രമണത്താൽ വലയുകയാണ്. എന്താണ് ഇപ്പോൾ വയനാട്ടിലെ സ്ഥിതി? എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? സ്മൃതി, ഇപ്പോൾ നമുക്ക് കാണാം UDFന്റെ പ്രതിഷേധ മാർച്ചാണ് കൽപ്പറ്റയിൽ നടക്കുന്നത്. രാവിലെ വയനാട് കവാടത്തിൽ, അതായത് വൈത്തിരി ലക്കിടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട ബലം പ്രയോഗിച്ചാണ് UDF പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത്. വയനാട്ടിൽ പലയിടങ്ങളിലും സുൽത്താൻ ബത്തേരി, മാനന്തവാടി, മീനങ്ങാടി, കൽപ്പറ്റ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ UDF കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നിപ്പോൾ മുഴുവൻ ദൃശ്യങ്ങളിൽ കാണാം. കൽപ്പറ്റയിൽ തുറന്ന ഒരു പച്ചക്കറിക്കട ഹർത്താൽ അനുകൂലികൾ അടപ്പിക്കുകയാണ്. നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഹർത്താലിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ KSRTC വാഹനങ്ങൾ ഓടുന്നുണ്ട്. ആ ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ തടയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കട തുറപ്പിച്ച വ്യാപാരിയെ ഹർത്താൽ അനുകൂലികൾ ഇടപെട്ട് കട അടപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ഉള്ളത്. കൽപ്പറ്റയിൽ UDFന്റെ നേതൃത്വത്തിലൊരു പ്രതിഷേധ ജാഥയ്ക്കിടയിലാണ് കൽപ്പറ്റ ചുങ്കത്തിനടുത്ത് പച്ചക്കറി കട തുറന്നിരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ ഹർത്താൽ അനുകൂലികൾ ഇടപെട്ട് ആ കട അടപ്പിക്കുന്നു. ഒപ്പം റോഡിലൂടെ പോകുന്ന സ്വകാര്യ വാഹനങ്ങളിൽ അവശ്യ സർവീസുകൾ ഹർത്താലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ KSRTC ബസ്സുകൾ വ്യാപകമായി തന്നെ ഹർത്താൽ അനുകൂലികൾ പലയിടങ്ങളിലും തടയുന്നുണ്ട്. 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നിർത്തിയിട്ടതിന് ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കുന്നു. വ്യാപാരി വ്യവസായി ഹർത്താലിനോട് അനുകൂലിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും കടകമ്പോളങ്ങൾ ഇപ്പോൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ UDF ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ. ഇപ്പോൾ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഹർത്താലിനോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഓരോ ദിവസവും വന്യമൃഗ ആക്രമണത്താൽ വയനാട് ജില്ലയിലും കേരളത്തിൻ്റെ മലയോര മേഖലയിലും ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇത്രയധികം ദാരുണമായ സംഭവങ്ങൾ നടന്നിട്ടും ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. പ്രസ്താവന ഇറക്കുക എന്നുള്ളതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. താൽക്കാലികമായി പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരമല്ലാതെ വലിയ പ്രതിസന്ധിയിലേക്ക് വയനാട് ജില്ല ഒന്നാകെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെയും ഹർത്താൽ പ്രഖ്യാപിച്ചു, ഇന്നും ഹർത്താൽ. വയനാട്ടിലെ ജനങ്ങൾ ശരിക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുമെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വിശ്വസിക്കുന്നു. UDF ഇന്നാണ് സമരം പ്രഖ്യാപിച്ചത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിലും രാഷ്ട്രീയ പ്രശ്നങ്ങളിലും UDF ആണല്ലോ. UDF എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും വേരോട്ടമുള്ളൊരു സംവിധാനമല്ലേ. ആണ് UDF സമരം നടത്തുന്നത്. ഇത് പ്രതിഷേധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും നടപടിയുമായി മുമ്പോട്ട് വരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്ന നടപടിയുമായി പോയി കഴിഞ്ഞാൽ UDFന് സമരം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ നിങ്ങൾ രാവിലെ ആവശ്യപ്പെടുന്നത് കേട്ടു. അല്ല, വനം വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അദ്ദേഹം എത്ര തവണ ഇവിടെ വന്നുപോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡിന് വന്നുപോയി. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാകുന്നല്ലോ. അറ്റ്ലീസ്റ്റ് താൽക്കാലികമായി ഈ വനത്തിലെ ജീവനക്കാരെ പോലും താൽക്കാലിക അടിസ്ഥാനത്തിൽ വാച്ചർമാരെ നിയമിച്ചുകൊണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയുമായി മുമ്പോട്ട് പോകുന്നല്ലോ. കൽപ്പറ്റ ജില്ലാ ആസ്ഥാനമാണ്. ഈ ജില്ലാ ആസ്ഥാനത്ത് പോലും കടുവ ഇറങ്ങിയിരിക്കുന്നു. നഗരസഭയുടെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനടക്കമുള്ള ആളുകളുടെ നേതൃത്വമാണ് ഇവിടെ കാടടക്കം വെട്ടേണ്ടി വന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കോഫി ബോർഡും അതുപോലെ തോട്ടം മേഖലയിലും കിടക്കുന്ന കാടുകൾ പോലും വെട്ടാൻ ഫോറസ്റ്റ് മുമ്പോട്ട് വരുന്നില്ല. സ്മൃതി, ഇവർ പറയുന്നത് പോലെ വയനാട്ടിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിടയിൽ 2 ആളുകളുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ഒരു ഭാഗത്ത് ആനയാണെങ്കിൽ മറുഭാഗത്ത് പുലി, തൊട്ടടുത്ത് തന്നെ കടുവ. വനംവകുപ്പ് മന്ത്രി കാര്യക്ഷമമായി ഇടപെടുന്നില്ല. അതിനെതിരെ വന്യമൃഗശല്യത്തിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തതിനെതിരെയുള്ള ഒരു UDF ഹർത്താലാണ്. വയനാട്ടിൽ പലയിടങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ മാനന്തവാടിയിൽ പ്രതിഷേധം അല്പസമയത്തിനുള്ളിൽ തന്നെ UDFന്റെ നേതൃത്വത്തിൽ നടക്കും. കൽപ്പറ്റ നഗരത്തിൽ UDFന്റെ നേതൃത്വത്തിലുള്ള
പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് കാണാം പിറകിലായി കൽപ്പറ്റ നഗരത്തിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ ചുങ്കം ജംഗ്ഷൻ മുതൽ SKMJ സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ നിരനിരയായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ ഒരു ലൈനായി മാത്രമാണ് കടത്തിവിടുന്നത്. ജില്ലയിൽ പലയിടങ്ങളിലും പോലീസ് വ്യാപകമായി തന്നെ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മുൻപേ തന്നെ പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനുമൊക്കെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പോലീസ് സംഘത്തെ കൂടുതൽ പോലീസിനെ ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത്. സ്മൃതി.